ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തിയത് ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, സഹാബത്തെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മക്കളെ പഠിപ്പിക്കണേ, ഖുർആനുമായി നിങ്ങളുടെ മക്കളെ ബന്ധപ്പെടുത്തണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ നായകൻ അനുയായികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ. അതിനു വേണ്ടി മാതാപിതാക്കൾ വരുമ്പോ തന്റെ പ്രിയപ്പെട്ട മക്കളെ വീട്ടിലിരുത്തരുതേ, ഒറ്റക്കൊരു റൂമിലേക്ക് മക്കളെ നിങ്ങൾ താമസിപ്പിക്കരുതേ. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. ഇന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇന്നാരെങ്കിലും ഇത് ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ? അതിനു വേണ്ടി വരുമ്പോ മക്കളുടെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട്, വീടിന്റെ താക്കോല് കൊടുത്തിട്ട്, മോളെ നീ സിനിമ കണ്ടുകൊണ്ടിരുന്നോ, നീ സീരിയൽ കണ്ടുകൊണ്ടിരുന്നോ, മോനെ നീ IPL ക്രിക്കറ്റ് കളി കൊണ്ടുകൊണ്ടിരുന്നോ, അവസാന സമയം വരെ നീ അങ്ങനെ ഇരുന്നാൽ നിന്റെ ആഖിബത്ത് മോശമാകുമെന്ന് പറഞ്ഞു കൊടുക്കാതെ ആ പ്രിയപ്പെട്ട പൊന്നു മക്കളുടെ കൈകളിലേക്ക് വീടിന്റെ താക്കോൽ കൂട്ടം എറിഞ്ഞു കൊടുത്തിട്ട് പോരുന്നതായ മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ. ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ്, ലോകത്തിന്റെ നായകന്റെ അധ്യാപനമാണ്. എവിടെ നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വാഴ കിട്ടുക? എവിടെ നിന്നാണ് മക്കൾക്ക് ഉപദേശം കിട്ടുക? എവിടെ നിന്നാണ് മാതാപിതാക്കൾക്ക് ഉപദേശം കിട്ടുക? അത് ഇൽമിന്റെ മജ്ലിസിൽ നിന്നാണ്, അത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ചർച്ച ചെയ്യുന്നതാകുന്ന മജ്ലിസിൽ നിന്നാണ്. അതിന്റെ മജ്ലിസിലേക്ക് വരാതെ വീട്ടിൽ മക്കളെ പിടിച്ച് ഒറ്റക്കൊരു റൂമിൽ നിങ്ങൾ താമസിപ്പിക്കരുതേ, ഒറ്റക്കൊരു റൂമിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ആക്കരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. 18 വയസ്സുള്ളതാകുന്ന സഹോദരി, +2 പഠിക്കുന്നതാകുന്ന മകള്, BCom എഞ്ചിനീയർ പഠിക്കുന്ന പൊന്നുമോള് തന്റെ വാപ്പ വാതിന് പോയി കഴിയുമ്പോ, തന്റെ ഉമ്മ വാതിന് പോയി കഴിയുമ്പോ തന്റെ കാമുകനെ ഫോണിൽ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുത്താൻ നിദാനമാണ് നിന്റെ അത്തരത്തിലുള്ള യാത്ര. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യം നീ ശ്രദ്ധ ചെലുത്തണേ ചെറുപ്പക്കാരാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്. നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണേ. എന്നാൽ ആത്മീയമാകുന്ന അറിവില്ലാതെ ഭൗതികമാകുന്ന കലാലയത്തിലേക്ക് മാത്രമായി മക്കളെ പറഞ്ഞേക്കരുതേ. വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്, ഭൗതികമാകുന്ന അറിവിന് വേണ്ടി മാത്രമായി മക്കളെ നിങ്ങൾ പറഞ്ഞേക്കരുതേ. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ. ആ ഖുർആനിൽ നിന്ന് തന്നെ സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നാരാണ് ഖുർആൻ കൈകൊണ്ട് തൊടുന്നവർ? പള്ളിയുടെ അകത്തളങ്ങളിൽ മനോഹരമായ ആയിരക്കണക്കിന് ഖുർആൻ മുസ്ഹഫുകൾ കൈനിട്ടുകൊണ്ട് മനോഹരമായ ഷെൽഫുകളിൽ വെച്ചിരിക്കുകയാണ്. എത്ര പേരാണ് ഖുർആൻ ഇന്ന് കൈകൊണ്ട് തൊട്ടവര്? എത്ര പേരാണ് ഇന്നൊരു ജുസുവെങ്കിലും ഓതി തീർത്തവര്? എത്ര പേരാണ് യാസീൻ സൂറത്ത് ഓതുന്നത്? ഇന്ന് ശാമകരിബിനിടയിൽ അൽഹംദുലില്ലാഹ് ഒരു പാവപ്പെട്ട സഹോദരന്റെ വീട്ടിലേക്ക് കടക്കാൻ എനിക്ക് തൗഫീക്ക് കിട്ടി. അഴീക്കോടുള്ള ഒരു പാവപ്പെട്ട ഉമ്മ ഞാൻ ചെല്ലുമ്പോ യാസീൻ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. എത്ര കർണാനന്തരമാണ്, എത്ര സന്തോഷകരമാണ്. അങ്ങനെ ഖുർആൻ ഓതുന്ന ഉമ്മമാര് നമുക്ക് മുമ്പേ ചൈത്രയാത്ര ചെയ്തു പോവുകയാണ്. ആ പാവപ്പെട്ട ഉമ്മമാരുടെ ജീവിതങ്ങൾ കണ്ടിട്ടെങ്കിലും നമ്മുടെ ജീവിതം ഒന്ന് മാറ്റിമറിക്കാൻ നമുക്കൊന്ന് സന്തോഷിച്ചൂടെ, നമുക്കൊന്ന് ചിന്തിച്ചൂടെ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഹോദരാ, വിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷകരമാകട്ടെ. വിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മുടെ ഖബർ ഒന്ന് സന്തോഷിക്കട്ടെ, ഖബർ പ്രകാശപൂരിതമാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതുന്ന വീടുകളെ പറ്റി പറഞ്ഞില്ലയോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു
പറഞ്ഞില്ലേ, ലാ തജാലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഒരിക്കലും ശ്മശാനമാക്കരുതേ, ഖബറിടം പോലെ ആക്കരുതേ. അഥവാ ദിക്റും ഔറാദും ഖുർആനും കൊണ്ട് നിങ്ങളുടെ വീടുകളെ ജീവസുറ്റതാക്കണേ. സൂറത്തുൽ ബഖറ വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിലേക്ക് പിശാച് അടുക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും വീട്ടിലേക്ക് നിങ്ങൾ കയറുമ്പോഴും ആയത്തുൽ കുർസി ഓതണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണിത് ശ്രദ്ധിക്കുന്നത്? ആരാണിത് ഉൾക്കൊള്ളുന്നത്? ഇത് കേൾക്കുന്ന മുസ്ലിമേ, നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണേ, കൊണ്ടുവരണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കുന്നത്. വഅല്ലിമൂഹുന്നൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം. പെൺമക്കൾക്ക്, ആൺമക്കൾക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളെ മദ്രസയിൽ വിട്ടു, അതുകൊണ്ട് കാര്യമില്ല. മക്കളെ വീട്ടിൽ വന്ന് ഖുർആൻ ഓതുന്നുണ്ടോ അത് നോക്കണം. ആര് നോക്കുന്ന, ആര് ശ്രദ്ധിക്കുന്നു? ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അരമണിക്കൂർ ഖുർആൻ മക്കളെ കൊണ്ട് നിർബന്ധമായി ഓദിക്കണം, നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പഠിക്കുന്ന പഠിത്തം നല്ല പഠിത്തമായിരിക്കും. അരമണിക്കൂർ ഖുർആൻ മക്കളെ കൊണ്ട് ഓദിക്കണം. അത് വാപ്പാടെ ഉമ്മാടെ നിർബന്ധമാണ്, അത് അവരുടെ മേൽ നിർബന്ധമാണ്. അത് ഓദിക്കണം. മക്കൾ വെറുതെ ഖുർആൻ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കണ്ണോടിച്ചാൽ പോരാ. ചില പെണ്ണുങ്ങളുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഭർത്താവിന്റെ വീട്ടുകാരെ മനസ്സിലാക്കാൻ വേണ്ടി ഖുർആൻ ഓതാൻ അറിയാൻ പറ്റില്ല, തുറന്നിട്ട് ഇങ്ങനെ കറക്റ്റ് യാസീനൊക്കെ കറക്റ്റ് പേജ് നമ്പർ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് തുറന്നു വെച്ചിട്ട് പേജ് ഇങ്ങനെ മറിച്ച് നോക്കി വിടും. ഒച്ചത്തിൽ ഓന്ന് ഇന്ന് വരെ കേട്ടിട്ടുണ്ടാവൂല. ഒച്ചത്തിൽ ഓതാൻ അറിയില്ല, ഇതിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട് അല്ലേ? ആ രീതിയാകാൻ പാടില്ല. ഖുർആൻ നല്ലതുപോലെ ഓതാൻ അറിയണം, ഖുർആൻ നല്ലതുപോലെ ഓതണം. അല്പ ശബ്ദത്തിൽ തന്നെ ഓതണം എന്ന് പറഞ്ഞ് ഒച്ചത്തിൽ പെണ്ണുങ്ങൾ ഓതാൻ വേണ്ട. അതല്ല, അവനവന്റെ സ്വന്തം ശരീരം കേൾക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഖുർആൻ ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഖുർആൻ അങ്ങനെ ഓതണം. ആ ഖുർആൻ നമ്മൾ പഠിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ അല്പമൊക്കെ പഠിച്ചതാകുന്ന ഭർത്താവാണ് ഉപദേശിക്കുന്നത്. ഇവിടെ എങ്ങനെ ഉപദേശിക്കണം? നമസ്കാരവും ഇബാദത്തും ഉള്ള ആളല്ലേ നമസ്കരിക്കാൻ വേണ്ടി ഭാര്യ ഉപദേശിച്ചിട്ട് കാര്യമുള്ളൂ. ഒരു പെണ്ണ് നിസ്കരിക്കുന്നില്ല, ഉപദേശിക്കണം. പെണ്ണിനോട് പറയാം, നീ സുബഹി നിസ്കരിക്കണം കേട്ടോ, നീ സുബഹി നിസ്കരിക്കുന്നില്ല എന്ന് പറയുമ്പോ ആ ഭർത്താവ് സുബഹി പോലും നിസ്കരിക്കുന്നില്ല, ലോറും ഇല്ല, അസറും ഇല്ല, ഒരു നമസ്കാരം ഇല്ലാത്തവന് പറയാൻ പറ്റൂല. അയാൾ നമസ്കാരമുള്ളവനായിരിക്കണം, ഭർത്താവ് നന്നായിരിക്കണം. ആദ്യത്തെ കണ്ടീഷൻ അതാണ്. അവനവൻ സ്വന്തം നന്നാവണം, സ്വന്തം നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കണം. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ വ്യക്തമാക്കുന്നു, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിലും മറ്റുള്ളവരോട് അതുകൊണ്ട് ഉപദേശിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് റാജിഹായ അഭിപ്രായം. പറ്റുമെന്ന് തന്നെയാണ് ഉലമാക്കൾ പഠിപ്പിച്ചത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവൻ മാന്യമായ രീതിയിൽ ഉപദേശിക്കണം. ആദ്യമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഭാര്യമാര് വന്ന് അവരുടെ നൊമ്പരം പറയുമ്പോൾ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് അത് നല്ലതുപോലെ കേൾക്കണം. അതിനൊരു മനസ്സ് നിനക്കുണ്ടാവണം. പരിപൂർണമായിട്ട് അവരുടെ വിഷമങ്ങൾ എന്താണെന്നുള്ളത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. മുഖത്തോട് മുഖം ചേർന്നിരുന്ന് കസേരയിട്ട് റാഹത്തായ നിലയിൽ ഇരുന്ന് അതെന്താണ് വിഷയം പറ. അപ്പൊ അവള് മൊത്തം വിഷയങ്ങൾ ഇങ്ങനെ പറയും. ഈ വിഷയങ്ങൾ പറയുന്നതിനിടയ്ക്ക് നീ ചോറ് വിളമ്പ്, എന്നിട്ട് ചോറെല്ലാം കഴിച്ചിട്ട് ഇത് കൊള്ളാം കേട്ടോ, നല്ല മീൻ, ഇത് എങ്ങനെ ഉണ്ടാക്കി, റാഹത്താണ്, നല്ല കൊള്ളാം, ഇത് എവിടുന്ന്, നല്ല പാങ്ങ്, നല്ല രസമാണ് എന്ന് പറഞ്ഞ് അവളെ ആക്കുന്ന രീതിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് ഇത് ശരിക്കും കേൾക്കാതെ നീ ഇരിക്കരുത്. അപ്പൊ അവൾക്ക് ദേഷ്യം പിടിക്കും, ഒന്നും കൂടി ഇത് വിഷയം വല്ലാതെ കലുഷിതമാകും. അതുകൊണ്ട് നീ നല്ല മനസ്സിൽ ഇരിക്കുമ്പോഴത്തേക്ക് ആ വിഷയം ശരിക്കും കേൾക്കുക. എല്ലാം കേട്ടതിന് ശേഷം അവളോട് പറയും, ഇൻഷാ അല്ലാഹ് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പറയുന്നത് ഒരു പക്ഷെ നിന്റെ ഉമ്മയെ കുറിച്ചായിരിക്കും, നിന്റെ ഉപ്പായെ കുറിച്ചായിരിക്കും. ഇതാണ് കൂടുതൽ പരാതി ഉണ്ടാകുക. അല്ലെ നിന്റെ പെങ്ങന്മാരെ കുറിച്ചായിരിക്കും. ഇങ്ങനെയുള്ളതാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാകുക. എന്നാലും നീ എന്ത് ചെയ്യാ? ചെവി കൊടുത്ത് കേട്ടിരിക്കുക. അങ്ങനെ പരിപൂർണമായി കേട്ടാൽ തന്നെ 98% പെണ്ണിന്റെ മനസ്സിന് റാഹത്താണ്, കുളിരാണ്. കാരണം എന്താ? എന്റെ ഭർത്താവ് ഞാൻ പറയുന്ന വിഷയങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയവരാണ്, അൽഹംദുലില്ലാഹ്. എന്നിട്ട് നീ പറയാ, ഞാനത് റെഡിയാക്കിക്കോളും കേട്ടോ, ഉമ്മാട് ഞാനത് പറഞ്ഞ് റെഡിയാക്കി തരാം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നീ പതുക്കെ സമാധാനം. പിന്നെ അത് കഴിഞ്ഞ് വലിയ ഇത്രേ ഉള്ളൂ. ഇതിപ്പോ പെണ്ണുങ്ങൾ അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്, അങ്ങനെ വലിയ ഒന്നും ആക്കണ്ട, ഞങ്ങളത് വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ അവിടെ ഇരിപ്പുണ്ടോ, ഒക്കെ എന്നെ റെഡിയാക്കി തരാം, ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ആദ്യമായി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് ശരിക്കും വിഷയം കേൾക്കുക, നല്ലതുപോലെ ശ്രദ്ധിച്ച് കേൾക്കുക.
ഇത് കേൾക്കാതിരിക്കുമ്പോഴാണ് പെണ്ണിന് ദേഷ്യം പിടിക്കുന്നത്. സ്വന്തം ഭർത്താവ് ഇതിനൊന്നും താല്പര്യമില്ല. ഓൻ എന്തെങ്കിലും കഴിക്കണം, വല്ല ആഹരിക്കണം, റാഹത്താക്കണം. വെളിയിൽ പോയി കഴിച്ചിട്ട് വന്നതൊന്നും പോരാ. പിന്നെ ഇവിടെ വന്ന് കലം മറിച്ച് മുഴുവൻ കഴിച്ചിട്ട് എവിടെയെങ്കിലും കൂർക്കം വലിച്ച് അല്ലാ ഒറ്റ ഉറക്കം. അപ്പൊ ഭാര്യയ്ക്ക് മനസ്സിലായി ഇവനെ കൊണ്ട് ഒരു കാര്യമില്ല, ഇവനെ ആള് ഗുണമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്യരാകുന്ന ചെറുപ്പക്കാർ വീട്ടിലേക്ക് പല രീതിയിലും വരുന്നത്. ഒന്നില്ലെങ്കിലും വല്ലെന്തെങ്കിലും മേശരിപ്പണിക്ക്, ആശാരിപ്പണിക്ക്, പല കോലത്തിലും ഒക്കെ ആയിട്ട് അവരോട് വരും. ആ ആൾക്കാരുമായിട്ട് പതുക്കെ ഇവള് ചങ്ങാത്തം വെക്കും, അവരോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ജീവിതം വല്ലാത്ത കോലത്തിലേക്ക്. ഇതാണ് സംഭവിക്കുന്നതിനാകെ ടോട്ടൽ മൊത്തത്തിൽ പറഞ്ഞു തരും. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അഥവാ ഭർത്താവാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ പ്രശ്നങ്ങൾ പരിപൂർണമായി കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. നല്ലതുപോലെ കേട്ടുകൊടുക്കണം. അത് കേട്ടെങ്കിൽ മാത്രമേ ഭാര്യയ്ക്ക് നമ്മളോട് സന്തോഷം ഉണ്ടാവുകയുള്ളൂ, താല്പര്യം ഉണ്ടാവുകയുള്ളൂ. കേൾക്കാതെ നമ്മൾ പോകാൻ പാടില്ല. കേട്ടതിന് ശേഷം കാര്യത്തിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ മുഖേന ഓതി തരുകയാണ്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നീ ഉപദേശിച്ചു നോക്കിയിട്ട് ആ ഭാര്യ മാന്യമായ രീതിയിൽ കടന്നു വന്നില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ രണ്ടാമതായി പറയുകയാണ് വഹ്ജുറൂഹുന്ന ഫിൽ മളാജി. ശാരീരിക ബന്ധത്തിൽ നമ്മളെ ഒഴിവാക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ. ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പ്രയോഗിക്കേണ്ടതാണ്, അല്ലാതെ വെറുതെ പ്രയോഗിക്കാനുള്ളതല്ല. നിന്റെ ജീവിതത്തിൽ ഭാര്യയുമായി എന്തെങ്കിലും പിണക്കമുണ്ടായെങ്കിൽ ദീനിന്റെ വിഷയം അനുസരിച്ച് മുന്നോട്ട് പോകണം. കാരണം വിശുദ്ധ ഖുർആനാണ് നിന്നോട് ഓർമ്മപ്പെടുത്തിയത് വിവാഹ ജീവിതത്തെ പറ്റി. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിവാഹ ജീവിതം കഴിച്ചുകൊണ്ട് എങ്ങനെയാണ് വിവാഹ ജീവിതം കൊണ്ടുപോകേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമാക്കി, നിന്റെ ഭാര്യ നിന്നോട് പിണക്കം വെച്ചാൽ ആദ്യമായി വർത്തിക്കേണ്ട രീതി അവൾക്ക് നല്ല ഉപദേശം കൊടുക്കലാണ്. ഉപദേശത്തിലൂടെ അവൾ നന്നാകുന്നില്ല. നീ വാത് പറയാൻ തുടങ്ങുമ്പോൾ നീ 10 മിനിറ്റ് പറയുമ്പോൾ അവൾ 25 മിനിറ്റ് ഇങ്ങോട്ട് വാത് പറയും. അങ്ങനത്തെ സൈസാണ് നിനക്ക് കിട്ടിയതെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ. വിശുദ്ധ ഖുർആൻ പറയാം. അപ്പോഴും ഖുർആൻ പഠിപ്പിച്ചാലേ എന്ത് വേണം. ഇതൊക്കെ ഖുർആനാണ്. വഹ്ജുറൂഹുന്ന ഫിൽ മളാജ്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നീ ഉപദേശിച്ചു നോക്കിയിട്ട് ഭാര്യ നന്നാവുന്ന ഘട്ടം എത്തിയിട്ടില്ല എങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നീ കടക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് വഹ്ജുറൂഹുന്ന ഫിൽ മളാജ്. വഹ്ജുറൂഹുന്ന ഫിൽ മളാജ്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തെ പരിപൂർണമായി വിലങ്ങണേ. നീ നന്നായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. അതുവരെ കണക്ഷൻ വേണം. എവിടെ ഇത് നിസ്കരിക്കുന്നില്ല ഒരു പെണ്ണ്, കൃത്യമായി റമളാനിൽ നോമ്പ് പിടിക്കുന്നില്ല, ഇവളിങ്ങനെ അലസത വെക്കുക. ദീനിബോധം കുറഞ്ഞതായിരിക്കും. അവൾ 10ാം ക്ലാസ് വരെ ഒന്നും പഠിച്ചിട്ടില്ല. മദ്രസയിൽ പോയിട്ട് ആകെ 3 അല്ലെങ്കിൽ 4ാം ക്ലാസ് ഒക്കെ ഉള്ളൂ. അത് തന്നെ മറന്നുപോയി. ഭൗതിക കലാലയത്തിലേക്ക് ഒരുപാട് പഠിച്ച് എഞ്ചിനീയറൊക്കെ പഠിച്ചിട്ട് അവസാനം ബ്രോക്കർ പറഞ്ഞ് അഴീക്കോട് ജെട്ടിയിൽ നല്ലൊരു സുന്ദരനായ യുവാവ്, നല്ല സുമുഖനാകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, നല്ല ദീനി ബോധമുള്ളവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് അങ്ങനെ വന്നാണ് നിന്റെ വിവാഹം കഴിച്ചത്. നീ എന്ത് ചെയ്യരുത്, കാട്ടുപോത്തിന്റെ സ്വഭാവം എടുക്കരുത്. നീ ദീനി ബോധമുള്ളവരാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, നല്ല ഉപദേശം കൊടുക്കണം. അവൾ നിസ്കരിക്കാതൊക്കെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്ക്, അല്ല നോമ്പ് പിടിക്കാതിരിക്കുന്ന കാണുമ്പോൾ അവിടെ വെച്ചിട്ട് പേടിപ്പിച്ചു കൊടുക്കണം. നിസ്കരിക്കുന്നവർക്കുള്ള കൂലി ആദ്യം പറഞ്ഞു കൊടുക്കണം. നിസ്കരിക്കുന്നവർക്കുള്ള കൂലി, നോമ്പ് പിടിക്കുന്നവർക്കുള്ള കൂലി, നോമ്പ് പിടിക്കാതിരുന്നുള്ള ശിക്ഷ, നമസ്കരിക്കാതിരുന്നവർക്കുള്ള ശിക്ഷ, ഇതൊക്കെ പറഞ്ഞവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നല്ലൊരു ഭാര്യയാണ് എങ്കിൽ ആ ഓപ്ഷനിൽ തന്നെ നന്നാവുകയാണ്. അല്ലാഹു ഇതിൽ നമ്മുടെ ഭാര്യമാർ ഉൾപ്പെടുത്തുമാറാവട്ടെ. രണ്ടാമത്തേലേക്ക് പോകേണ്ടതില്ല. രണ്ടാമത്തെ ഘട്ടം ഇവിടെ ഒന്നും ചീത്ത വിളിക്കാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ എങ്ങും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ആ പാവപ്പെട്ട പെണ്ണിന്റെ കുടുംബാദികളെയോ അവളെയോ ചീത്ത വിളിക്കാൻ വേണ്ടി അല്ലാഹുവോ അവന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. ശ്രദ്ധിക്കുക നിങ്ങൾ, ഇതൊക്കെ ഖുർആനാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കുക. വഹ്ജുറൂഹുന്ന ഫിൽ മളാജി. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ നിന്ന് നീ വിലങ്ങി നിൽക്കണേ. ശാരീരിക ബന്ധത്തിൽ നിന്ന് വിലങ്ങി നിൽക്കണേ. ഖുർആനിന്റെ അധ്യാപനം നല്ലതുപോലെ ശ്രദ്ധിക്കുക. വഹ്ജുറൂഹുന്ന മിനൽ മളാജി എന്നല്ല ഖുർആൻ പറഞ്ഞത്. ഇവിടെ ഉസ്താദുമാർ ഇരിപ്പുണ്ട്, ആലിമീങ്ങൾ ഇരിപ്പുണ്ട്, അവർക്കറിയാം. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കിടപ്പറയിൽ നിന്ന് ഒഴിവാക്കുക എന്നാവുക. അങ്ങനെ ഖുർആൻ പറഞ്ഞില്ല. ഖുർആൻ എന്തു പറഞ്ഞു? വഹ്ജുറൂഹുന്ന ഫിൽ മളാജി.
ശാരീരിക ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കുക, കിടപ്പറയിൽ നിന്ന് ഒഴിവാക്കണ്ട. 99% എന്നല്ല 100% ആളുകൾക്കും തെറ്റുപറ്റിയത് മുസ്ലിം സമുദായത്തിലാകട്ടെ അല്ലാതാകട്ടെ പ്രശ്നമുണ്ടായത് ഇവിടെയാണ്. ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ സ്വന്തം ഭാര്യയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കുക പാടില്ല. ആര് പഠിപ്പിച്ചു? ആരാണിതിന് ഉത്തരവാദികൾ? ഉലമാക്കളാണോ? പണ്ഡിതന്മാരാണോ? ആരാണിത് പഠിപ്പിച്ചിട്ടുള്ളത്? വിവാഹ ജീവിതം നിന്നോട് കഴിക്കാൻ വേണ്ടിയും അത് സുന്നത്തായും പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധമാക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുത്തെ ശേഷം വരുന്നതാകുന്ന ആലിമീങ്ങളോ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? സഹാബത്തെ കിറാം പഠിപ്പിച്ചിട്ടുണ്ടോ? ആരാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ചിന്തിച്ചു നോക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മനസ്സിലേക്ക് കടന്നു വരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് വയസ്സ് 63. എന്റെ ശബ്ദം ശ്രവിക്കുന്ന അഴീക്കോട് ജട്ടിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മനസ്സിലിരുത്തി ചിന്തിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന തിരുരാത്രങ്ങൾ തള്ളി നീക്കിയത് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോടൊപ്പമാണ്. മറ്റുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് ഭാര്യമാരെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അവസാനത്തെയും എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷയോടൊപ്പം കഴിയാൻ ഞാൻ നിയ്യത്ത് വെക്കുന്നു. നിങ്ങൾക്കതിൽ വിരോധമുണ്ടോ? നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഭാര്യമാരോട് തുല്യ നീതി. മറ്റുള്ളവരുടെ അനുവാദം വാങ്ങാൻ അവർ പറഞ്ഞു, അങ്ങക്ക് ആർക്കൊരു കുഴപ്പമില്ല, ആയിഷയോടൊപ്പം ജീവിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോടൊപ്പം ജീവിതം നയിക്കുകയാണ്. അവസാന സമയമായി അസ്രായിൽ അലൈഹിസ്സലാം കടന്നു വന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. ഈ ലോകത്തിന്റെ ദീപമണയുകയാണ്, ഈ ലോകത്തിന്റെ വിളക്കണഞ്ഞു പോവുകയാണ്, ഈ ലോകത്തിന്റെ സിറാജ് അണഞ്ഞുകയാണ്, ഈ ലോകത്തിന്റെ മുനീർ എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവിനെ വേർപെടുത്തുകയാണ്. അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്തിൽ ആയിഷ ബീവിയോട് പറഞ്ഞത്, യാ ആയിഷ ഇന്ന ലിൽ മൗതി ലസകറാ. ആയിഷ ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ആയിഷ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷയോട് ഇത് പറയുകയും, തൊട്ടടുത്തിരിക്കുന്ന തോൽപാത്രത്തിലേക്ക് നിന്റെ കൈയൊന്നിട്ടിട്ട് ആ തണുത്ത ജലം കൊണ്ട് എന്റെ മുഖമൊന്ന് തടകി തരൂ ആയിഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഹബീബായ നബി തങ്ങളെ മടിയിൽ പിടിച്ചു കിടത്തുകയാണ്. ഹബീബായ നബി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ 63 വയസ്സ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നത് എവിടെ വെച്ചാണ്? മദീന പള്ളിയുടെ മെഹ്റാബിൽ വെച്ചല്ല, മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ചല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിമ്പറിന്റെയും വീടിന്റെയും ഇടയിലുള്ളതാകുന്ന റൗളത്തും മിൻ റിയാദിൽ ജന്നയിൽ വെച്ചല്ല, മറിച്ച് റസൂലുള്ളാഹി വഫാത്താകുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ടാണ്. പഠിക്കണേ ചെറുപ്പക്കാരാ, പഠിക്കണേ പ്രിയപ്പെട്ട സഹോദരാ. ഇന്ന് വിവാഹ ജീവിതം കഴിഞ്ഞ് 10 കൊല്ലം കഴിയുമ്പോ നിന്റെ ഭാര്യ ഏത് റൂമിലാണതാ എന്ന് ചോദിക്കുമ്പോ തൊട്ടപ്പുറത്തെ റൂം കാണിച്ചു തരുകയാണ്. 50 വയസ്സുള്ള ഉപ്പമാര് എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടാകും. കുമ്മനം ഉസ്താദ് ഖേദത്തോടുകൂടി ചോദിക്കട്ടെയോ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാ മറ്റൊരു റൂം കാണിച്ചു തരുകയല്ലയോ? കൂടെ കടത്താൻ നമുക്ക് സമയമില്ല. എവിടെയാണ് തെറ്റുപറ്റിയത്? ആർക്കാണ് തെറ്റുപറ്റിയത്? വിവാഹ ജീവിതം എന്ന് പറയുന്നത് കേവലം ലൈംഗിക ബന്ധം മാത്രമല്ല. അങ്ങനെ പഠിച്ചവർക്ക് തെറ്റിപ്പോയി. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി വഫാത്താകുമ്പോ എന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്നത്? അവിടെ ഒരു ശാരീരിക ബന്ധത്തിന് പ്രസക്തിയില്ലല്ലോ. അവസാന
സമയം ഈ ലോകത്ത് നിന്ന് അവസാനത്തെയും അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ആത്മാവിനെ വേർപെടുത്തുന്ന സമയത്ത് ലോകത്തിന്റെ നായകൻ തലവെച്ച് കിടക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലാണ്. ചിന്തിക്കണേ മുഅ്മിനേ, ചിന്തിക്കണേ ഉമ്മമാരെ. 90 അല്ല 100 വയസ്സ് നിനക്കെത്തിയാലും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ മറ്റൊരു റൂമിലേക്ക് മാറ്റിക്കിടത്താൻ പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. 100 വയസ്സെത്തിയാലും നിനക്ക് ശരീരത്തിന് ബലശയൊക്കെയാണ്, ഒരു ഇതുമില്ല, റാഹത്തുമില്ല ഇതിനോടൊന്നും. പക്ഷെ എങ്കിൽ പിന്നെ ഭാര്യ ഇവിടെ കിടത്തണം, നിന്റെ അടുത്ത് തന്നെ കിടത്തണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രാമത്തെ വയസ്സിൽ മരിക്കുന്നു? ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുന്നു വഫാത്താകുന്നു 63ാമത്തെ വയസ്സിൽ. പ്രവാചകൻ ആരുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്നു? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ. ചിന്തിക്കുന്നില്ല എന്താ റസൂലുള്ളാഹിക്ക് വേറെ ധാരാളം ഇല്ലാണ്ടാണ്? എന്താ ചിന്തിക്കാത്തത്? ഇത് കുടുംബജീവിതം പഠിപ്പിക്കുകയാണ്. ഇത് കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 10-15 വർഷം കഴിഞ്ഞതാകുന്ന വിവാഹ ജീവിതം കഴിച്ച ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നിന്റെ ഭാര്യ എവിടെയാ? അവളെ ചൂണ്ടിക്കാണിക്കും, അവൻ ചൂണ്ടിക്കാണിക്കും മറ്റൊരു റൂമില്. ആരാണ് ഇതിന് ഉത്തരവാദി? അവസാനം എന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി, ഇതര സമുദായത്തിലെ ചെറുപ്പക്കാരോടൊപ്പം എന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്ന് ആലിമീങ്ങളോട് വന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ആരാണ് ഇവിടെ കുറ്റക്കാർ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്നോട് പിണങ്ങിക്കഴിഞ്ഞാൽ, ആ ഭാര്യ നിന്നോട് മോശപ്പെട്ടതാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ ഭാര്യയെ നീ ഉപദേശിക്കണേ. അത് നിനക്ക് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്ന് തോന്നുമ്പോ, ഉപദേശം കൊണ്ട് ഭാര്യ റെഡിയായില്ലെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആ ഭാര്യയെ വഹ്ജുറൂഹുന്ന അവളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തെ വിച്ഛേദിക്കണേ. എങ്ങനെ വിച്ഛേദിക്കണം? ഒരേ കിടക്കയിൽ കിടത്തിക്കൊണ്ട് ബന്ധം വേണ്ട എന്ന് പറയണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് മൂന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്, വളിരിബൂഹുന്ന ഫഇന്ന തഅനകും ഫലാ തബൂ അലൈഹിന്ന സബീലാ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്നോട് പിണങ്ങിക്കഴിഞ്ഞാൽ ആദ്യമായി ഭാര്യ ഉപദേശിക്കണേ. ഭാര്യ ഉപദേശം കൊണ്ട് നന്നായില്ലെങ്കിൽ രണ്ടാമതായി ഖുർആൻ പറയുന്നത്, ആ ഭാര്യപ്പെട്ട ആ പാവപ്പെട്ട പെണ്ണിനോട് നീ അവളെ കിടപ്പറയിൽ നിന്ന് ഒഴിവാക്കണേ, അഥവാ ശാരീരിക ബന്ധത്തിൽ നിന്ന് അവളുമായി നീ വിലങ്ങി നിൽക്കണേ. എന്നിട്ടും എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, ഭാര്യ എന്നോട് നല്ല രീതിയിൽ വർത്തിക്കുന്നില്ല എന്നാണ് നിനക്ക് കമന്റെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, വളിരിബൂഹുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ മുറിവ് പറ്റാത്ത നിലയിൽ നിനക്കടിക്കാം. മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കാം. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഖുർആനാണ്. ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം നയിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ജീവിതം എങ്ങനെ ത്വലാഖിൽ നിന്ന് വഴിമാറ്റാം, അതാണ് നമ്മുടെ ശ്രദ്ധ. ത്വലാഖ് കളിതമാശ ഏറ്റെടുക്കാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, വഹ്ജുറൂഹുന്ന ഫിൽ മളാജ് വളിരിബൂഹുന്ന. എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നീ ശാരീരിക ബന്ധത്തിൽ നിന്ന് വേർപെടുത്തിയിട്ട് പോലും അവൾ നന്നാവുന്ന ഘട്ടത്തിലേക്ക് വരുന്നില്ല എങ്കിൽ അവളെ മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കൽ നിനക്ക് അനുവദനീയമത്രേ. മുറിവ് പറ്റാൻ പാടില്ല. എത്രത്തോളം ഉലമാക്കൾ പറഞ്ഞു, ടവ്വല് ചുരുട്ടിയിട്ട്, കയ്യിലുള്ള ടവ്വല് മിന്തിയിൽ ഇങ്ങനെ ചുരുട്ടിയിട്ട് ആ ടവ്വല് കൊണ്ടടിക്കുക. ഒട്ടും വേദന ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ അത്രത്തോളം മുറിവ് പറ്റാത്ത നിലയിലായിരിക്കണം. വളിരിബൂഹുന്ന, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിനക്ക് അടിക്കൽ അനുവദനീയമാണ്. ലിഖംസി ഖിസാലിൻ ലർബു സൗജിൻ ലിസൗജതി യജൂസു ഹകാഹാ ഫീ കിതാബി ദഖീറതി. ഒരു
ഭർത്താവിന് അവന്റെ ഭാര്യ അടിക്കൽ അനുവദനീയമാകുന്നത് 5 കാര്യങ്ങളുടെ മേലാണ്. 5 കാര്യം ഉണ്ടെങ്കിൽ അടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അടിക്കാൻ പാടില്ല. ഇതൊക്കെ ഉലമാക്കൾ രേഖപ്പെടുത്തിയ വസ്തുതകളാണ്. ഭാര്യയുടെ സ്വഭാവം വളരെ ദുഷിച്ചതാവുക 1. രണ്ടാമത്തത് സൽസ്വഭാവിയാകാതിരിക്കുക, അഥവാ നാവ് കൊണ്ട് എപ്പോഴും മോശത്തരം പറയുന്നവളാകുക. 2. മൂന്നാമത്തത് നമസ്കാരം കൃത്യവട്ടമല്ല, നമസ്കാരമേ ഇല്ല അവരുടെ ജീവിതത്തിൽ, നമസ്കരിക്കുന്നില്ല ഒരു പെണ്ണ് എങ്കിൽ 3. നാലാമത്തത് തർക്കുൽ ജിമാഅ്, അവനുമായിട്ടുള്ള ശാരീരിക ബന്ധം വിച്ഛേദിക്കുക. അശുദ്ധിയൊന്നുമില്ല, ശുദ്ധിയുടെ കാലമുള്ളവ തന്നെയാണ്. എന്നാലും പറയാം എനിക്ക് ആ ചെറിയ തലവേദന, എനിക്ക് സുഖമില്ല, നാളെ ആട്ടെ മറ്റന്നാളാട്ടെ, സൗഫ പിന്നെന്നൊക്കെ പറഞ്ഞ് മാറി മാറി നിൽക്കുക. അങ്ങനത്തെ പെണ്ണിന് ഈ അടി വരെ കൊടുക്കാം വിശുദ്ധ ഇസ്ലാം. എങ്ങനെ അടിക്കണം? മുറിവ് പറ്റാത്ത നിലയിൽ വേണം. ഇതൊക്കെ ഉലമാക്കൾ രേഖപ്പെടുത്തിയത്. 5. വതർക്കു സീനത്തി നഫ്സിഹ, ഒരു പെണ്ണ് അവളുടെ സ്വന്തം ശരീരത്തിൻ്റെതാകുന്ന സീനത്ത്, സ്വന്തം ശരീരത്തിന്റെ സൗന്ദര്യം ഒരു പെണ്ണ് ഉപേക്ഷിച്ചാൽ ആ പെണ്ണിനെ അടിക്കൽ ഭർത്താവിന് അനുവദനീയമാണ്. എന്തല്ല, നിർബന്ധമല്ല, അനുവദനീയമാണ്. വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന വിഷയം. അതാണ് ഞാൻ പറഞ്ഞത്, മസാല പറയുന്നത് പോലെ വേണം ഈ വിഷയം സംസാരിക്കാൻ. നല്ലതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നാളെ നിങ്ങൾ പറയരുത് ഉസ്താദ് നിർബന്ധമാക്കി, അടി നിർബന്ധം എന്നാ പറഞ്ഞത്, അതുകൊണ്ട് എന്നാ ഇരിക്കട്ടെ, ഇതുവരെ നിന്നെ അടിച്ചിട്ടില്ല, എന്നാ കവാല നോക്കി ഒരറ്റ കയറി ഒക്കട് കയറി. അടിക്കാൻ പാടില്ല, മുഖത്തടി ഒട്ടും പാടില്ല. ലത്തുമ്പോ മുഖത്തടി ആരെയും ചെയ്യാൻ പാടില്ല. ഒരു വാപ്പ മക്കളോട് അടിക്കാൻ പാടില്ല, മക്കള് മാതാപിതാക്കളെയും പാടില്ല, മറ്റുള്ള കൂട്ടുകാരോടും പാടില്ല, ഭാര്യ ഭർത്താവിനോട് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളും മുഖത്തടി പാടില്ല. ഒക്കെ ശ്രദ്ധിക്കണം. പല മർമ്മങ്ങളുമുണ്ട് മുഖഭാഗങ്ങളിൽ, ശരീരത്തിന്റെ പല ഭാഗത്തും മർമ്മങ്ങളുണ്ട്. ആർക്കറിയാം മർമ്മം? ഒരു മനുഷ്യനും അറിയില്ല. അടിക്കുന്ന അടിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി പോയാൽ മരണത്തിലാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തില്ല ഒരടി, ഒരുത്തണ്ട്, അവൻ അപ്പോഴേ മരണപ്പെട്ടു പോയില്ലേ, മർമ്മത്തിന്റെ ആയിപ്പോയി. ഇല്ലേ ചരിത്രത്തിലില്ലേ? ഇല്ലേ ചരിത്രത്തിലില്ലേ? ഉണ്ട്, ചരിത്രം പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചരിത്രങ്ങൾ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഫഇന്ന തുഇനകും ഫലാ തബ്ഗൂ അലൈഹിന്ന സബീലാ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, അല്ലയോ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന ദീനിയായ വിഷയങ്ങൾ അനുസരണ വർത്തിക്കാതെ വന്നു കഴിഞ്ഞാൽ, ആ പാവപ്പെട്ട പെണ്ണിനോട് വർത്തിക്കേണ്ട രീതി ആദ്യമായി സതുപദേശമാണ്. ഉപദേശത്തിലൂടെ ഭാര്യ നന്നാവുന്നില്ലെങ്കിൽ അവളെ ശാരീരിക ബന്ധത്തിൽ നിന്ന് അവളുമായി നീ മാറ്റി നിർത്തണേ. ശാരീരിക ബന്ധത്തിൽ നിന്ന് വിലങ്ങി നിന്നിട്ടും ആ പെണ്ണ് നന്നാവുന്ന വഴുതിയിലേക്ക് വരുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കൽ നിനക്ക് അനുവദനീയമാണ്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മാത്രം നിനക്ക് അടിക്കൽ അനുവദനീയമാണ്. അങ്ങനെ ഭാര്യ നീ അടിക്കലിലൂടെ അവൾ നന്നായി കഴിഞ്ഞാലോ, ഉപദേശത്തിലൂടെയോ ശാരീരിക ബന്ധം വേർപെടുത്തലിലൂടെയോ, മുറിവ് പറ്റാത്ത നിലയിലുള്ള അടിക്കലിലൂടെയോ ഭാര്യ നിന്നോട് അനുസരണ വർത്തിച്ചാൽ, ഫഇന്ന തഅനകും ഫലാ തബ്ഗൂ അലൈഹിന്ന സബീലാ. പിന്നെ ഒരു നിലയ്ക്കുള്ള അക്രമപരമാകുന്ന പ്രവർത്തനത്തിലേക്കും നീ എടുത്ത് ചാടാൻ പാടില്ല. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പിന്നെ നീ ഒരിക്കലും തന്നെ മോശത്തരം ചെയ്യാൻ പാടില്ല. അവളെ ചീത്ത വിളിക്കാൻ പാടില്ല, അവളെ തെറി വിളിക്കാൻ പാടില്ല, അവളുടെ കുടുംബക്കാരെ കുറിച്ച് മോശത്തരം പറയാൻ പാടില്ല. എന്തേ കാരണമെന്നറിയുമോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാര് മനസ്സിലാക്കണേ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന വാപ്പയുണ്ടല്ലോ, ഏത് വാപ്പയാണ്? നിന്റെ സ്വന്തം വാപ്പയല്ല. നിന്റെ ഭാര്യയുടെ ഉപ്പ നിനക്ക് ഉപ്പയാണ്, നിന്റെ ഭാര്യയുടെ ഉമ്മ നിനക്ക് ഉമ്മയാണ്. അല്ലയോ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉപ്പ നിനക്കുപ്പയാണ്, ഭർത്താവിന്റെ ഉമ്മ നിനക്കുമ്മയാണ്. വിവാഹ ജീവിതത്തിലൂടെ നിനക്ക് ഉമ്മയും ഉപ്പയുമായിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉമ്മയും ഉപ്പയും നമ്മൾ വിശ്വസിക്കണേ, അവരെ നമ്മൾ ശ്രദ്ധിക്കണേ, അവരെ നമ്മൾ പരിഗണിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായ രീതിയിൽ പഠിപ്പിച്ചു തരുകയാണ്, ഒരു വാപ്പ അഥവാ പെണ്ണിന്റെ ഉപ്പ തന്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ആളിയാരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് കൊടുക്കുന്നതാകുന്ന ഉപദേശം എന്താണ്?
തന്റെ മരുമകനാകാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരു വാപ്പ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വാപ്പ നൽകുന്ന നിർദ്ദേശം എന്താ? വാപ്പ നൽകുന്ന ബൈഅത്ത് എന്താ? വാപ്പ നൽകുന്ന കരാർ എന്താ? ഏതെങ്കിലും ഉപ്പമാര് ചിന്തിച്ചിട്ടുണ്ടോ? മക്കളെ വിവാഹം കഴിച്ചയച്ച ഒരുപാട് ആളുകൾ ഉണ്ടാകും, ഇല്ലെങ്കിൽ വിവാഹം കഴിപ്പിക്കാൻ പോകുന്ന സഹോദരങ്ങൾ ഉണ്ടാകും. സാധുക്കളാകുന്ന യുവതികളെ വിവാഹം കഴിപ്പിച്ചു വിട്ടതാകുന്ന ആളുകൾ എന്റെ മുന്നിലുണ്ടാകും, സംഘടനകൾ ഉണ്ടാകും. ചിന്തിച്ചു നോക്ക്, ഒരു പെണ്ണിന് വിവാഹം കഴിപ്പിച്ചയക്കുമ്പോ ആ പെണ്ണിന്റെ രക്ഷകർത്താവ് ഉപ്പ കൊടുക്കുന്നതാകുന്ന നിർദ്ദേശം എന്താണ്? ആ ചെറുക്കനോട് കൊടുക്കുന്ന ഉപദേശം. കൈക്ക് പിടിക്കും, കാതിയാല് കൈക്ക് പിടിക്കും, പിടിച്ചിട്ട് എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കാൻ പറയും പെണ്ണിന്റെ വാപ്പ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. രണ്ടുപേരെ കൊണ്ട് ചെല്ലിച്ചിട്ട് പറയും, നിങ്ങൾ പറഞ്ഞു കൊടുക്കും. വാപ്പാട് പറയാണ്, പെണ്ണിന്റെ വാപ്പാട് പറഞ്ഞു കൊടുക്കുക. പെണ്ണിന്റെ വാപ്പ ആ ചെറുക്കന്റെ കൈക്ക് പിടിച്ചിട്ട് കൊടുക്കുന്ന ഒരു കരാറ് അറിഞ്ഞിരുന്നുവെങ്കിൽ, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരൊറ്റ ചെറുക്കനും അവന്റെ ഭാര്യ ഉപേക്ഷിക്കൂല. ഇനി അഥവാ ഉപേക്ഷിക്കേണ്ട ഘട്ടം വന്നാൽ മാന്യമായ രീതിയിലല്ലാതെ ഉപേക്ഷിക്കൂല. അതാണ് പറയുന്നത്. വാപ്പ പറയാണ്, അത് കരഞ്ഞുകൊണ്ടല്ലാതെ ഒരു വാപ്പയ്ക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. എന്താണത്? أزوجك على ما أمر الله تعالى به من إمساك بمعروف أو تسريح بإحسان. തന്റെ പ്രിയപ്പെട്ട മരുമകനാകാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് വാപ്പ കൊടുക്കുന്ന ഉപദേശമാണ്, വാപ്പ കൊടുക്കുന്ന നിർദ്ദേശമാണ്. ഉസൗവിജുക അലാ മാ അമറല്ലാഹു തആലാ ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ്. അല്ലയോ പ്രിയപ്പെട്ട സഹോദര, നിന്നിലേക്ക് എന്റെ പ്രിയപ്പെട്ട മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാകുന്ന ഇന്ന മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത്, എന്റെ മകളാകുന്ന ഫാത്തിമയെ, എന്റെ മകളാകുന്ന ഖദീജയെ, എന്റെ മകളാകുന്ന ആയിഷയെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത് അലാമാ അമറല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചതിന് പ്രകാരമാണ്. എങ്ങനെയാണ് അല്ലാഹു കൽപ്പിച്ചത്? മിൻ ഇംസാകിൻ ബിമഅറൂഫ്, മിൻ ഇംസാകിൻ ബിമഅറൂഫ്. ഒന്നില്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാകുന്ന എന്റെ പ്രിയപ്പെട്ട മകളെ നീ നല്ല രീതിയിൽ പോറ്റി വളർത്തണേ. അവൾക്ക് നീ വസ്ത്രം നൽകണേ, അവർക്ക് നീ പാർപ്പിട സൗകര്യം കൊടുക്കണേ, അവൾക്ക് നീ നല്ല ഭക്ഷണം കൊടുക്കണേ, മാന്യമായ രീതിയിൽ അവളെ നീ പോറ്റി പുലർത്തണേ. എന്റെ വീട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, എന്റെ വീട്ടിൽ കിടക്കാടമില്ലാഞ്ഞിട്ടല്ല, എന്റെ വീട്ടിൽ അവൾക്കുള്ള സ്ഥാനം കുറഞ്ഞു പോയതിന്റെ പേരിലല്ല, എന്റെ വീട്ടിൽ ഒരധിക പറ്റായിട്ടല്ല നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നത്. മറിച്ച് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് പ്രായപൂർത്തിയെത്തി, അവൾക്ക് നല്ല ഒരു ഇണ വേണം, നല്ല ഒരു തുണ വേണം. അതിനുവേണ്ടി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിന് പ്രകാരം ഒരു സാലിഹാകുന്ന കുട്ടിയുടെ കൈയാകുന്ന നിന്നിലേക്ക് ഇതാ എന്റെ പ്രിയപ്പെട്ട മകളെ പിടിച്ചേൽപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മകളെ നിന്റെ കൂടെ നിർത്തുമ്പോ നീ മാന്യമായ രീതിയിൽ പോറ്റി വളർത്തണേ. എന്റെ പ്രിയപ്പെട്ട നീ മടുത്തു കഴിയുമ്പോ എന്റെ പൊന്നുമോളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നീ മടുത്തു കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് 4-5 മക്കളാകുമ്പോ ആ പെണ്ണുമോളെ നീ കൊണ്ടുപോയി കയറിൽ കെട്ടി തൂക്കി കൊല്ലരുതേ. അവളെ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയരുതേ. അവളെ കടലിന്റെ തീരത്ത് കൊണ്ടുപോയി കടലിലേക്ക് കഴുത്തിറക്കി മുക്കിക്കൊല്ലരുതേ. അവളെ മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോയി നീ വലിച്ചെറിയരുതേ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കൊണ്ടുപോയി കൊക്കയിലേക്ക് നീ വലിച്ചെറിയരുതേ. ആക്സിഡന്റിൽ പെട്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് എന്റെ പ്രിയ
പ്രിയപ്പെട്ട പൊന്നുമോളെ നീ കൊന്നുകളയരുതേ. എന്റെ പ്രിയപ്പെട്ട ചോരയാണ് എന്റെ മകള്. ആ പാവപ്പെട്ട പൊന്നുമോളെ നിനക്ക് പോറ്റാൻ പറ്റാതെ കടന്നു വരുമ്പോ എന്റെ പൊന്നുമോളെ എനിക്ക് തന്നെ നീ തിരിച്ചു നൽകണേ, തിരിച്ചു നൽകണേ. ഒരു വാപ്പ പറയുന്ന വചനമാണ്. നിക്കാഹിന്റെ സദസ്സിൽ എല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോ ഈറനണിഞ്ഞ കണ്ണീരോട് കൂടിയല്ലാതെ ഒരു വാപ്പയ്ക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയുമോ? താൻ ജീവിച്ചത് പൊന്നുമോൾക്ക് വേണ്ടിയല്ലയോ? അറബ് നാട്ടിൽ മാമലകൾ മുഴുവനും തന്റെ ജീവിതത്തിലേക്ക് കനക കൊട്ടാരമായിട്ട് തരട്ടെ എന്ന് സർവരും വിളിച്ചു ചോദിക്കുമ്പോ അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയം കാണിച്ചവനല്ലയോ നീ? നിന്റെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങളാണ്, എത്ര നൊമ്പരങ്ങളാണ് ഉണ്ടായി തീർന്നത്, എത്രയെത്ര വിഷമങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് 18 കഴിഞ്ഞ പൊന്നുമോളെ പറഞ്ഞേക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മ അന്യന്റെ അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തൊട്ട് കൊണ്ടുവന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവസാനം ആ പൊന്നുമോള് നല്ല ഒരു ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചിറക്കി വിടുമ്പോ ആ പൊന്നുമോളുടെ ഉപ്പയതാ ആ ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചു കൊടുക്കുന്ന ബൈഅത്താണ്. പഠിക്കണേ ചെറുപ്പക്കാരാ, ഉൾക്കൊള്ളണേ ചെറുപ്പക്കാരാ, അർത്ഥമറിയണേ ചെറുപ്പക്കാരാ. വാപ്പ നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയുകയാണ്, പെണ്ണിന്റെ ഉപ്പ നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയുന്ന വചനമാണ് അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹ് ബിഇഹ്സാൻ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നിന്റെ കൂടെ നിൽക്കുമ്പോ നീ മാന്യമായ രീതിയിൽ പോറ്റി വളർത്തണേ. അതല്ല നിനക്ക് മടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കൊണ്ടുപോയി നീ വലിച്ചെറിയരുതേ, ചാക്കിൽ കെട്ടി കൊണ്ടുപോയി വെള്ളത്തിൽ താഴ്ത്തരുതേ. എന്റെ പൊന്നുമോളെ എനിക്ക് തന്നെ തിരിച്ചു തരണേ, ഒരു ജീവച്ഛവമായിട്ടെങ്കിലും ഈ വാപ്പയ്ക്ക് തന്നെ തിരിച്ചു തരണേ എന്ന് വാപ്പയുടെ വചനമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹദീസാണ്, ഹദീസാണ് ഈ വാക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ രീതിയിലാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്, ഈ രീതിയിലാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. എങ്ങനെ എങ്ങനെ എന്റെ മകളെ നീ വിവാഹം കഴിക്കുന്ന സമയത്ത് അവളുമായിട്ടുള്ള ജീവിതം മാന്യമായിരിക്കും. അതല്ല നിനക്ക് മടുക്കുകയാണെങ്കിൽ കൊണ്ടുപോയി അവളെ കെട്ടിത്താഴ്ത്തരുത്, എനിക്ക് തന്നെ തിരിച്ചു തരണം. വാപ്പ പറയാണ്, എനിക്ക് തന്നെ തിരിച്ചു തന്നേക്ക്. നിനക്ക് ഒരുപാട് മക്കളായി, അവളിലൂടെ നീ അവളെ സുഖിച്ചു റാഹത്താക്കി ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ എന്നാലും എന്റെ മോളെ കൊണ്ടുപോയി നീ കൊന്നുകളയല്ലേ, എനിക്ക് തന്നെ തിരിച്ചു തരണം. വാപ്പാടെ വർത്തമാനമാണ്, ഒരു വാപ്പാടെ നൊമ്പരമാണ്. ഇത് മനസ്സിലാക്കണം ചെറുപ്പക്കാർ. ഇവനെല്ലാം അറിയോ? എന്ത് നിനക്കെന്ത്? നേരെ തലയെ തുണി പോലും ഇടൂല, ഒരു തൊപ്പി പോലും മരിക്കൂല. എപ്പോഴും ഉണ്ട് ഒരു ടവല്, കുറെ ഹൈവാന്മാര് ആ ടവല് ഇങ്ങനെ വെച്ചോട്ട് അതിങ്ങനെ വിട്ട് ഇങ്ങനെ തിരുമുക ചെവിക്കാത്തോട്ട്. നാണമില്ലല്ലോ, നാണമില്ലല്ലോ മുസ്ലിമിന്. ഒരു തൊപ്പി വാങ്ങിച്ചു വെച്ചുകൂടെ നിനക്ക്? അനിക്കാതെ കഴിയുമ്പോ നീ അല്ലാഹു തൂരിക്കള, വിഷയമില്ല, പറ്റൂല. എന്നാലും ഫാഷൻ ഏതോ ഒരു ഹൈവാൻ തുടങ്ങി വെച്ചവനുണ്ട്, ആ തുടങ്ങി വെച്ചവന് നാശം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം എന്താ, ഈ ടവലിട്ട് ഇങ്ങനെ തിരിക്കുക, എന്നിട്ട് അതിങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് പറന്നുപോയി ഉണ്ട്. പിന്നെ കൈ ഒരു മിനിറ്റ് ഉസ്താദെ, കൈ ചവല് പിന്നെ ഇത് ടവലിട്ട് ഒരു തൊപ്പി എടുത്ത് അവിടെ വെച്ചു. എത്ര മടിയാണ് നമുക്ക്, നമുക്ക് ദീനിനോട് താല്പര്യമില്ല. അതേ സമയത്ത് ഏതെങ്കിലും ഹൈവാന്മാര് കൊണ്ടുവന്ന് താടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ താടി നമ്മൾ കൊണ്ടുവരും. ഗ്രേറ്റ് ഫാദർ അവന്റെ ഉമ്മുമ്മ കൊണ്ട വലത്ത് എല്ലാവരും ഭയങ്കര താടി. 11 ദിവസം കൊണ്ട് 41 കോടി. എന്ത് കാര്യം, എന്ത് കാര്യം? ആഖിറത്തിൽ വല്ല കൂലിയുണ്ടോ? ആഖിറത്തിൽ ഒരു നയാ പൈസക്ക് ഗുണമുണ്ടാവോ? ഇവരെ കൊണ്ട് ഒരു നയാ പൈസക്ക് ഗുണമുണ്ടാവോ? ഫൈദില്ല. 11 ദിവസം കൊണ്ട് 41 കോടി കാക്ക വാങ്ങിയെന്ന് എന്താ കാര്യം? എല്ലാ കാര്യമുണ്ട്. കാക്കാക്ക് കിട്ടി, ദുനിയാവ് കിട്ടി, ആഖിറം നഷ്ടപ്പെട്ടു. അല്ലാഹു കാക്കട്ടെ. അതിന്റെ പുറകെ നീ റജബ് മാസത്തെ തെളിച്ചു കൊണ്ടുപോയാൽ അല്ലാഹു നിന്നെ കാത്തിരക്ഷിക്കട്ടെ. ഇത് റജബ് മാസം. എന്താ റജബ് മാസം? റജബ് മാസത്തിന്റെ പ്രത്യേകത എന്താ? യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം എന്നാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത്. ആയത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിൽ യുദ്ധം ഹറാമാക്കപ്പെട്ടതായിരുന്നു, പക്ഷെ പിന്നീട് മൻസൂഹായി പോയി. അഥവാ ആയത്ത് ഓതലുണ്ട്, പക്ഷെ എങ്കിൽ പോലും അതിന്റെ നിയമങ്ങൾ മൻസൂഹായി പോയിരിക്കുകയാണ്. യുദ്ധം ഹറാമാക്കപ്പെട്ടതല്ല എന്ന്